പാചകവാതകത്തിന് എത്ര വില കൂടിയാലും ഈ വീട്ടിൽ പ്രശ്നമില്ല. ഈ വീട്ടിൽ കുഴൽക്കിണറ്റിൽ നിന്നുള്ള പാചകവാതകമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആലപ്പുഴ ടൗണിനോട് ചേർന്ന് ആറാട്ടുവിഴയിൽ കാർത്തികയിൽ രമേശിൻ്റെ വീട്ടിലാണ് കുഴൽക്കിണറ്റിൽ നിന്നും കഴിഞ്ഞ 17 വർഷമായി പാചകവാതകം ഉപയോഗിക്കുന്നത്. ചേട്ടാ, ഇത് ശരിക്കും സത്യമാണോ? പിന്നെ സത്യമാണ്. എന്നാണ് ഇത് ഇത് 2007 കൂടി. അത് എങ്ങനെ കുഴൽക്കിണർ നിർമ്മിക്കുമ്പോൾ ആദ്യം ഒന്ന് കുടിച്ച്, പിന്നെ അവർ വെള്ളം ഉണ്ടോയെന്ന് നോക്കാനായിട്ടൊന്ന് കത്തി, പിന്നെ പൈപ്പ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് തീപ്പെട്ടിക്കുള്ളി ഉറച്ചപ്പോൾ ആളി കത്തി. വെള്ളം ഇല്ല, വെള്ളവും അഴുക്കും ചെളിയും ഒക്കെ ആയിട്ടാണ് വന്നത്. വെള്ളമൊന്നും കിട്ടിയൊന്നുമില്ല. ആ സമയത്ത് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? അന്നേരം ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പാചകം കൂടുതലും കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത് നിങ്ങൾ അതിനകത്ത് തന്നെയാണ്. ഒരു സാധനം വെള്ളം വരെ തള്ളി കുളിക്കാൻ വെള്ളം ചൂടാക്കുന്നവരെ അതിനകത്താണ്. ഈ 17 വർഷമായിട്ട് ഇത് നിലച്ചിട്ടില്ല. ഇല്ല. മഴക്കാലം വരുമ്പോൾ ഒരു അല്പം കുറയും, അത്രേ ഉള്ളൂ. പാചകം എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്ത്? ഇതുണ്ടല്ലേ, രജി എന്ന് പറഞ്ഞൊരു പ്ലംബറാണിത് ശരിയായത്. ഇതാണ് ഉണ്ടല്ലേ, ഇത് ഇവിടുന്ന് ഒരല്പം തുറന്നു വെച്ചിട്ടുണ്ട്, ഇച്ചിരിയേ തുറന്നിട്ടുള്ളൂ. ഇവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് അതിലെ കൂടെ അങ്ങോട്ട് പോയിട്ട് അകത്തോട്ട് എടുത്തിരിക്കുക. പിന്നെ ശരിക്കും ഇത് ഈ സമീപ പ്രദേശം ഏകദേശം തൊണ്ടൻ സ്ഥലമല്ലേ, കുളങ്ങര എന്നൊരു സ്ഥലത്താണ്. തുറന്നപ്പോൾ ഈ കടലിലെ ചെളി, കടലിലെ കക്കായും ഒക്കെയാണ് വെളിക്കോട്ട് വന്നത്. ജിയോളജി വകുപ്പും ഭൂഗർഭ എല്ലാവരും വന്ന് നോക്കിയിട്ട് പോയി. ഡൽഹിയിൽ നിന്ന് ഒരാൾക്കാർ വന്നു, ചെന്നൈയിൽ നിന്ന് വന്നു, പഠനാർത്ഥം ചെന്നൈയിൽ നിന്ന് കുറേ പിള്ളേരൊക്കെ വന്ന് ഇവിടുന്ന് കുറേ ഗ്യാസൊക്കെ എടുത്തോണ്ട് പോയി. അവർ ഉദ്യോഗസ്ഥരൊക്കെ എന്താണ് പറഞ്ഞത്? അവർ വന്നത് മീതൽ ഗ്യാസാണ് നിങ്ങൾ ഉപയോഗിച്ചോളാൻ പറഞ്ഞിട്ട് കുഴപ്പമില്ല, കിടക്കട്ടെ. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ കുഴൽക്കിണറ്റിൽ നിന്ന് വരുന്ന ഗ്യാസ് ഉപയോഗിച്ച് ഇത് ഈ സ്റ്റൗ കത്തിച്ചിരിക്കുകയാണ്. ഇങ്ങനെയാണ് വർഷങ്ങളായിട്ട് ഇവിടെ പാചകം ചെയ്യുന്നത്. എല്ലാം ഇങ്ങനെ തന്നെയാണ്. എല്ലാം ഭക്ഷണം ഉണ്ടാക്കുന്ന എല്ലാം ചപ്പാത്തി ഉണ്ടാക്കും. ശരിക്കും ഇത് ആദ്യമേ കണ്ടപ്പോൾ നിങ്ങൾ ഭയന്ന് പോയല്ലേ? ആദ്യം ഒരു ദിവസം ഞങ്ങൾക്ക് പേടിയായിരുന്നു. ഞങ്ങളിവിടെ നിർത്തിയാൽ ഇതിൻ്റെ ഇടപാട് വേണ്ടെന്നൊക്കെ പറഞ്ഞതാണ്. പിന്നെ പിറ്റേ ദിവസം ധൈര്യത്തിൽ വന്ന് ചായ ഇട്ട് നോക്കി, കുഴപ്പമില്ല. പിന്നെ ചോറ് വെച്ച് എല്ലാം വെച്ച് രാവിലത്തെ ഉദ്യോഗസ്ഥർ വന്ന് പരിശോധന നടത്തിയിട്ട് എന്താണ് ഭക്ഷണം വെച്ച് കഴിച്ചോളാൻ പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല, നല്ല ഗ്യാസാണ് പറഞ്ഞത്. വിഷാംശമൊന്നും ഇല്ലാത്ത ഗ്യാസാണ് കഴിച്ചോളാം. ശരിക്കും ഇതാണ് ഈ രമേശ് ചേട്ടൻ്റെ വീട്ടിൽ നടന്നത്. ഞങ്ങൾ ഈ തൊട്ടടുത്ത്, അതായത് ഇവിടുന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ ഉണ്ടാവും തോന്നുന്നല്ലേ, ഈ തൊണ്ടൻകുളങ്ങര എന്ന സ്ഥലത്ത്. തൊണ്ടൻകുളങ്ങര എന്ന സ്ഥലത്ത് 4 കിലോമീറ്റർ മാത്രമാണ് ഉള്ളത്. അവിടേക്ക് ഞങ്ങൾ വീട് നിർമ്മാണത്തിനിടയിൽ കുഴൽക്കിണർ നിർമ്മിച്ചപ്പോൾ അവിടെ നിന്നും പാചകവാതകം ഉയരുകയും അത് കത്തിച്ചപ്പോൾ തീ ആളി പടരുകയും ചെയ്തു. ആ സംഭവം അന്വേഷിച്ചാണ് ഞങ്ങൾ ഈ ആലപ്പുഴ ടൗണിൽ എത്തിയത്. അവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഈ രമേശ് ചേട്ടൻ്റെ വീട്ടിൽ 17 വർഷമായി ഇത്തരത്തിലുള്ള ഗ്യാസാണ് അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് ഇത് ശരിക്കും ഇത് മാലിന്യങ്ങളിൽ നിന്നും, അത് മാലിന്യം ജീർണിച്ച് അതിൽ നിന്നും ഉണ്ടാകുന്ന വാതകമാണ് ഇങ്ങനെ കുഴൽക്കിണറ്റിലൂടെ വരുന്നതെന്നാണ് ഉദ്യോഗസ്ഥരടക്കം, അതായത് ഭൂഗർഭ ജലവിഭവ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരും ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ വിലയിരുത്തിയിരിക്കുന്നത്. ഏതായാലും ഈ ആലപ്പുഴ ടൗണിനോട് ചേർന്ന് ചില വീടുകളിൽ, ഏതാനും വീടുകളിൽ, ആദ്യമേ രമേശ് ചേട്ടൻ്റെ വീട്ടിലായിരുന്നു, അതിനുശേഷം ഇപ്പോൾ തൊണ്ടൻകുളങ്ങരയിൽ എന്ന സ്ഥലത്തെ വിക്ടർ എന്നയാളുടെ വീട്, അതിന് സമീപത്തുള്ളൊരു വീട്ടിലൊക്കെ ഇത്തരത്തിൽ പ്രതിഭാസം കണ്ടുവരുന്നുണ്ട്. ഏതായാലും 17 വർഷമായി ഈ വീട്ടിൽ ഗ്യാസ് അങ്ങനെ അധികം വാങ്ങാറില്ല. ഈ കുഴൽക്കിണറ്റിൽ നിന്നുള്ള ഗ്യാസ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ആലപ്പുഴയിൽ നിന്നും ക്യാമറാമാൻ വിവേക് ജീവനോടൊപ്പം സിയർഷ.